1949 ഡിസംബർ 1 കൊളംബിയയിലെ റിയോനെഗ്രോ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ പാബ്ലോ എമിലിയോ എസ്കോബാർ ഗാവിരിയ ജനിച്ചു. കുടുംബം അതിരുകടന്ന സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അമ്മ സ്കൂൾ അധ്യാപികയും അച്ഛൻ കർഷകനുമായിരുന്നു. പക്ഷേ ഇത് കുടുംബത്തിന്റെ ദുരിതജീവിതം മാറ്റി. വളരെ ദയനീയ കുട്ടിക്കാലം ആയിരുന്നു പാബ്ലോ എസ്കോബാറിന് ലഭിച്ചത്. ചെറുപ്പം മുതൽ തന്നെ അവൻ വലിയ സ്വപ്നങ്ങൾ കാണാരംഭിച്ചു. ഒരു ദിവസം ഞാൻ കൊളംബിയയിലെ ഏറ്റവും വലിയ വ്യക്തിയാകും. പണമില്ലാത്തവർക്കായി നല്ലതൊന്നും ലഭിക്കാത്ത ഈ ജീവിതം ഞാൻ മാറ്റി എഴുതും എന്ന് അവൻ കുട്ടിക്കാലത്തു തന്നെ കൂട്ടുകാരോട് പറയുമായിരുന്നു. പഠനത്തിൽ നല്ല കഴിവ് പുലർത്തിയ പാബ്ലോ സ്കൂൾ ഉന്നതമായ മാർക്കോടെ പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജിൽ പ്രവേശിക്കാനും അവന് കഴിവുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക പരിമിതികൾ കാരണം കോളേജ് ഫീസ് അടക്കാൻ കഴിയില്ലായിരുന്നു. പല ബാങ്കുകളിലും വായ്പയ്ക്കായി അപേക്ഷിച്ചെങ്കിലും അവനത് നിരസിക്കപ്പെട്ടു. ഈ സംഭവങ്ങൾ അവന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചെങ്കിലും തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ച കാരണം പാബ്ലോ അതിജീവനത്തിനായി ചെറുകുറ്റങ്ങളിലേക്ക് നീങ്ങുന്നതായിരുന്നു. ശവകുടീരങ്ങളിൽ നിന്ന് ശിലാഫലകങ്ങൾ മോഷ്ടിച്ചു വിൽക്കുക, ചെറുകിട തട്ടിപ്പുകൾ, മോഷണങ്ങൾ, കള്ളപ്പണ ഇടപാടുകൾ. ഈ കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കെ ക്രിമിനൽ ലോകത്ത് താൻ വളർന്നു വരികയാണെന്ന് അവൻ മനസ്സിലാക്കി. എന്നാൽ ഇതൊന്നും തന്നെ അവന്റെ ആഗ്രഹങ്ങൾക്ക് തൃപ്തി നൽകുന്നില്ല. കൂടുതൽ അധികാരം നേടണമെന്ന് അവൻ ആഗ്രഹിച്ചു. 1970കളുടെ തുടക്കത്തിൽ കൊക്കൈൻ വിപണി കൊളംബിയയിൽ അതിവേഗം വളരാൻ തുടങ്ങി. ഇത് കൊള്ളയും മോഷണവുമായിരുന്ന മുൻ ജീവിതത്തേക്കാൾ വൻ ലാഭം ഉണ്ടാക്കും. ഈ സാധ്യത പാബ്ലോ എസ്കോബാർ മനസ്സിലാക്കി. 1975ഓടെ പാബ്ലോ എസ്കോബാർ കൊക്കൈൻ കടത്തു ആരംഭിച്ചു. കൊളംബിയയിൽ നിന്നും അമേരിക്കയിലേക്കാണ് പ്രധാനമായും ഇതിന്റെ വിതരണം. കൊക്കൈൻ അടിച്ചു പൊടിച്ച് വിൽക്കാൻ പ്രത്യേക ലബോറട്ടറി, അമേരിക്കയിലേക്ക് കടത്താനായി പൈലറ്റുകൾ, കപ്പൽ ഓപ്പറേറ്റർമാർ എന്നിവരെ കൈക്കൂലി കൊടുത്ത് നിയന്ത്രണത്തിലാക്കി. അധികാരികളെ വിലയ്ക്ക് വാങ്ങി നിയമം തന്നെ സ്വന്തം വഴിക്ക് തിരിക്കാനായി സാധിച്ചു. 1976 കൊളംബിയൻ പോലീസ് പാബ്ലോ എസ്കോബാറിനെ ഒരു കൊക്കൈൻ ഷിപ്മെന്റുമായി പിടികൂടി. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയും കൊന്നു. അവൻ രക്ഷപ്പെട്ടു. ഇത് ക്രിമിനൽ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. 1980കളിലേക്കും 1990കളിലേക്കും കടന്നപ്പോൾ മെഡിലിയൻ കാർട്ടൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ വിതരണ ഒരാഴ്ച മാത്രം കൊണ്ട് 420 കോടി രൂപ വരുമാനം, ഒരു വർഷം മാത്രം കൊണ്ട് 22,000 കോടി രൂപ കൊക്കൈൻ കച്ചവടം. അന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായവരിൽ ഒരാൾ. എസ്കോബാർ പാവപ്പെട്ടവർക്കായി വീടുകൾ നിർമ്മിക്കുകയും ആശുപത്രികൾ പണിയുകയും സ്കൂളുകൾ തുറക്കുകയും ചെയ്തു. ഇതുകൊണ്ട് പലർക്കും അദ്ദേഹം ദൈവതുല്യനായിത്തീരുകയും ജനകീയ നേതാവായി മാറുകയും ചെയ്തു. പക്ഷേ ഇതിനു പിന്നിൽ അനവധി കൊലപാതകങ്ങളും അക്രമങ്ങളും ഉണ്ടായിരുന്നു. പലരും എസ്കോബാറിനെ റോബിൻ ഹുഡ് എന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കീഴിൽ എതിർക്കുന്നവരെല്ലാം ഇല്ലാതായി. 400-ൽ-അധികം ജഡ്ജിമാരെ വധിച്ചു. 1000-ഓളം പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടു. 6000-തോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. കൊളംബിയൻ ഗവൺമെന്റും അമേരിക്കയും ചേർന്ന് അദ്ദേഹത്തിനെതിരെ നീങ്ങി. 1991 എസ്കോബാർ സ്വയം കീഴടങ്ങി ജയിലിൽ ആവുകയും ചെയ്തു. പക്ഷേ അത് സർക്കാർ നിയന്ത്രിച്ച ജയിലല്ല, അവൻ തന്നെ നിർമ്മിച്ച ആഡംബര തടവറയായിരുന്നു. അതിനുള്ളിൽ ഫോണുകൾ, ആഡംബരങ്ങൾ നിറഞ്ഞ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജയിലിനുള്ളിൽ നിന്ന് തന്നെ മെഡിലിയൻ കാർട്ടൽ നിയന്ത്രിക്കാൻ എസ്കോബാറിന് സാധിച്ചു. 1992 കൊളംബിയൻ ഭരണകൂടം എസ്കോബാറിനെ തടവറയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ഇതോടെ അവൻ ഒളിവിൽ പോയി. 17 മാസത്തോളം അവൻ ഒളിവിൽ കഴിയുകയായിരുന്നു. 1993 ഡിസംബർ 2 കൊളംബിയൻ സുരക്ഷാ വിഭാഗം എസ്കോബാറിനെ കണ്ടെത്തി. ഒരു വീട് വളഞ്ഞ് വെടിവയ്പ് തുടങ്ങി. പാബ്ലോയുടെ ശരീരത്തിൽ 3 വെടിയേറ്റു. അവയിൽ 1 തലയിൽ വെച്ചുള്ള വെടിയായിരുന്നു. പലർക്കുമത് അദ്ദേഹം തന്നെ നടത്തിയ ആത്മഹത്യയാകാമെന്ന് തോന്നി. ഒരു കാലത്ത് ഒരു രാജ്യം തന്നെ നിയന്ത്രിച്ചവൻ നിയമത്തിനു മുന്നിൽ കൊടും കുറ്റവാളി ആയിരുന്നെങ്കിൽ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അവൻ ദൈവമായിരുന്നു. സമൂഹത്തിൽ നിന്ന് കുട്ടിക്കാലത്തുണ്ടായ മോശം അനുഭവങ്ങളും ദാരിദ്ര്യവും ആയിരിക്കാം ഇയാളെ ഒരു കൊടും കുറ്റവാളി ആക്കിയത്. പക്ഷേ ഇയാൾ മുഖേന ലഹരി ഉപയോഗിച്ച് നശിച്ചുപോയ അനേകായിരങ്ങൾ ഉണ്ട് എന്ന സത്യം മായ്ച്ചു കളയാനാകില്ല. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.